തൃക്കണ്ടിയൂർ പ്രദേശത്തെ റോഡുകളുടെ ശോചനാവസ്ഥയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രധാന റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്ന് പരാതിപ്പെട്ടിട്ടും അധികൃതർ ഗൗരവത്തിലെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച കൗൺസിലർമാരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും സ്വീകരിക്കുന്നത് ഒരേ നിലപാടെന്നാണ് ആക്ഷേപം. ഇനിയും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനൊരുങ്ങുകയാണ് നാട്ടുകാർ. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. തൃക്കണ്ടിയൂർ പ്രദേശത്തെ പ്രധാന റോഡുകളായ പൂങ്ങോട്ടുകുളം അമ്പലക്കുളങ്ങര തൃക്കണ്ടിയൂർ ക്ഷേത്രം റോഡ്, കേജിപ്പടി തൃക്കണ്ടിയൂർ, ചെയർമാൻ റോഡ് വിഷുപ്പാടം, തൃക്കണ്ടിയൂർ ക്ഷേത്രം പടിഞ്ഞാറച്ചിറ പട്ടുതപ്പടി റോഡ് എന്നിവയാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാ ദുരിതം തീർക്കുന്നത്. വർഷങ്ങളായി ഈ അവസ്ഥ തുടർന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാത്തതാണ് നാട്ടുകാരിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. ദിനംപ്രതി അനേകം വാഹനങ്ങളും കാൽനട യാത്രക്കാരും ടൗണിലേക്കും ആശുപത്രികളിലേക്കും സ്കൂൾ ഓഫീസുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും മറ്റും പോകുന്ന റോഡുകളാണത്. പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ അധികൃതർ കണ്ണടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തിരൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന തൃക്കണ്ടിയൂർ പ്രദേശത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. നാളിതുവരെ ഇത് നന്നാക്കാനുള്ള യാതൊരു നടപടികളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ടൈമിൽ ഇവിടെ ഇരുന്ന കൗൺസിലർമാരുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇത്തരമൊരു ദുസ്ഥിതിയിൽ കൊണ്ടെത്തിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയതായിട്ട് വന്ന കൗൺസിലർമാരാകട്ടെ അവരും അതേ സ്ഥിതി തുടരുകയാണ്. ഈ സമയത്ത് നമ്മൾ ജനങ്ങളൊന്ന് പ്രതികരിക്കാതെ ഇതിനൊരു അനുകൂലമായൊരു നടപടി ഉണ്ടാവില്ലെന്ന് മനസ്സിലായിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടി ഒരു തൃക്കണ്ടിയൂർ റോഡ് ആക്ഷൻ കൗൺസിൽ ട്രാക്ട് എന്ന പേരിലൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിന്ന് ഇപ്പം മെമ്മോറാണ്ടം കൊടുക്കുകയാണ്. ചെയർപേഴ്സണ് ഞങ്ങൾ കുറേ അധികം ആൾക്കാർ ഒപ്പിട്ടൊരു മെമ്മോറാണ്ടം, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ടൊരു മെമ്മോറാണ്ടം ഇന്ന് നഗരസഭാ ചെയർപേഴ്സണ് കൊടുക്കുകയാണ്. പ്രധാന ഭാഗത്തെ റോഡുകളാണ് തകർന്ന് കിടക്കുന്നത്. കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച കൗൺസിലർമാരും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും സ്വീകരിക്കുന്നത് ഒരേ നിലപാടാണെന്നും നാട്ടുകാർ ചേർന്ന് തൃക്കണ്ടിയൂർ റോഡ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതായും ഇനിയും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രസിഡന്റ് ആർ സുരേഷ് കുമാർ പറഞ്ഞു. നമുക്കറിയാം, മുനിസിപ്പാലിറ്റിയിലെ ഏതാണ്ട് 10-40 അടുത്ത് വാർഡുകളുണ്ടെങ്കിൽ മിക്ക വാർഡുകളും ഈ 3-4 വാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളിലെയും റോഡുകൾ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനെതിരെ മുഖം തിരിച്ച് നിൽക്കുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇതിന് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒന്നടങ്കമുള്ള സപ്പോർട്ടുണ്ട്, രാഷ്ട്രീയമില്ലാതെ തന്നെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് അനുകൂലമായൊരു നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരം എന്ന് വെച്ചാൽ നഗരസഭയുടെ മുമ്പിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. തൃക്കണ്ടിയൂർ റോഡ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നഗരസഭ ചെയർപേഴ്സണ് നിവേദനം നൽകിയിട്ടുണ്ട്.